പ്രേക്ഷകരെ, മധ്യപ്രദേശിലെ 3 രാജ്യസഭാ സീറ്റും ബി.ജെ.പിക്കാണ്. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിച്ചില്ല. രജനീഷ് അഗർവാൾ, തരുൺ ചുഗ്, മഹേഷ് കേവത് എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപനം വന്നിരിക്കുന്നു. മീനാക്ഷി നടരാജന്റെ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് നടപടി. ശരത്ലാൽ വിവരങ്ങളുമായി ചേർന്നു തത്സമയം ടെലിഫോൺ ലൈനിൽ. ശരത്ലാൽ, ഗുഡ് ഈവനിംഗ്. പറഞ്ഞ പോലെ തന്നെ ഈ മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസ് മാക്സിമം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ എല്ലാം ബി.ജെ.പി വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഗുഡ് ഈവനിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെയാണ് ബി.ജെ.പി വിചാരിച്ച പോലെ മധ്യപ്രദേശിലെ 3 സീറ്റും ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും നാളെ സുപ്രീം കോടതി മീനാക്ഷി നടരാജന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതിൽ 3-ാം പ്രസിഡന്റ് മഹേഷ് കേവാദിന്റെ സീറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള തർക്കമാണുള്ളത്. അതുകൊണ്ട് തന്നെ മഹേഷ് കേവാദിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്ന കാര്യം നിർണായകമാണ്. ഏതായാലും ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലക്കാരൻ 3 പേരെയും ഐക്യകണ്ഠേന എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കോടതിയിലാണ് ഇനി കാര്യങ്ങൾ നീങ്ങുക എന്നത് സുവ്യക്തമാണ്. എന്നാൽ കോൺഗ്രസ് ഇന്നലെ നൽകിയ മെമ്മോറാണ്ടമോ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയ അല്ലെങ്കിൽ വാദങ്ങളോ ഒന്നും തന്നെ പരിഗണിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നതാണ് ഈ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ശ്രീലക്ഷ്മി. ഓക്കെ, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.